കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ സഭായോഗത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായി തന്നെ അറിയിക്കുന്നു. ഞാനൊരു കുഞ്ഞൻ സങ്കീർത്തനം അങ്ങ് എടുത്തതാണ്. പക്ഷേ ആള് പുലിയാന്ന് പറയത്തില്ലേ നമ്മള്? ആള് ആരോ പറഞ്ഞല്ലോ, കാന്താരി എന്തിനാ അധികം അല്ലേ? കാശ്മീരി മുളകിന്റെ ഒക്കെ വലിപ്പത്തിന്റെ മുമ്പിൽ കാന്താരി ഒന്നുമില്ല. പക്ഷെ കടിച്ചു നോക്കണം സംഭവം ആരാണെന്നറിയാൻ. ഈ 117-ാം സങ്കീർത്തനം ഒത്തിരി ചിന്തകൾ നൽകുന്നൊരു സങ്കീർത്തനമാണ്. അതിന്റെ ആ ക്രമം നോക്കിയേ. 117, 118, 119. 118-ാം സങ്കീർത്തനത്തിന് 29 വാക്യം, 117-ന് 2 വാക്യം, 119-ന് 176 വാക്യം. 176 വാക്യം അടങ്ങുന്ന 119-ന്റെ അയൽവാസിയായി വെറും 2 വാക്യമുള്ള 117-ാം സങ്കീർത്തനം നിൽക്കുന്നു. സാധാരണഗതിയിൽ ഒപ്പത്തിനൊപ്പമുള്ളവരെ മനുഷ്യൻ സങ്കടത്തോടെ പറയട്ടെ സഭയ്ക്കകത്തും പരിഗണിക്കാറുള്ളൂ. ഒപ്പത്തിനൊപ്പമാണെങ്കിൽ പരിഗണിക്കും. 176 വാക്യമടങ്ങിയ 119-ാം സങ്കീർത്തനത്തിന്റെ അടുത്ത് ഒരു 176 വാക്യമുള്ള ഒരു അയൽവാസി ഉണ്ടെങ്കിൽ, പക്ഷേ ദൈവാത്മാവിന്റെ ആ സെറ്റിംഗ് കണ്ടോ? ഇത്രയും ദീർഘമായ സങ്കീർത്തനത്തിന്റെ അയൽവാസി, അതെന്റെ ഒരു ശൈലിയാണ്. അയൽവാസിയായി 117-നെ പാർപ്പിച്ചിട്ട് 119-ാം സങ്കീർത്തനം 117-നോട് പോരാടിയതായിട്ടോ 119 നിമിത്തമായി 117 വേദനിച്ചതായോ കാണുന്നില്ല. അപ്പൊ എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, 115-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും യഹോവയാദരിക്കും. ഇന്ന് പകൽക്കാലം സീനിയോറിറ്റി നോക്കാതെ, ലെങ്ത് ഓഫ് സർവീസ് നോക്കാതെ, സഭാഹാളിൽ വന്നിരിക്കാൻ തുടങ്ങിയ വർഷത്തിന്റെ പഴക്കം നോക്കാതെ, ഇപ്പോൾ കയറി വന്ന വ്യക്തിയെയും പണ്ട് മുതലേ വരുന്ന വ്യക്തിയെയും വലിയവരെയും ചെറിയവരെയും പുതുമക്കാരെയും പഴമക്കാരെയും ഒരുപോലെ അംഗീകരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സങ്കീർത്തനം നമ്മുടെ കർത്താവ് പാടിയെന്നേ. വായിക്കാമോ? മത്തായി സുവിശേഷം 26:30. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം പെസഹായോട് ചേർന്ന് ശിഷ്യന്മാരോടൊപ്പം നിന്ന് കർത്താവ് സ്തോത്രം പാടി. യഹൂദന്മാരുടെ പെസഹ ആചരണത്തിന്റെ ഭാഗമായി പെസഹ ഭക്ഷിക്കുന്നതിന് തൊട്ട് മുൻപ്, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഹലേൽ സാംസ് എന്ന് അറിയപ്പെടുന്ന 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ പെസഹ ആചരണത്തോട് ബന്ധപ്പെട്ട് അവര് പാടുന്ന സങ്കീർത്തനമാണ്. പെസഹ ഭക്ഷിക്കുന്നതിന് മുന്നമേ, ബിഫോർ ദ മീൽ, 113ഉം 114ഉം അവര് പാടി ദൈവത്തെ സ്തുതിക്കും. പെസഹ മീൽ അതിന്റെ ഏതാണ്ടൊരു മിഡിലാകുമ്പോൾ 115, 116 അവര് പാടും. പെസഹ ഭക്ഷിച്ചു കഴിയുമ്പോൾ 117ഉം 118ഉം യഹൂദൻ പാടും. ഈ സങ്കീർത്തനം പാടിയിട്ട് കർത്താവ് നേരെ പോയത് ഗെത്സമനയിലേക്കും
അവിടുന്ന് ഗൊൽഗോഥായിലേക്കും ഗൊൽഗോഥായിൽ നിന്ന് കാൽവറിയിലേക്കും കർത്താവ് പോയി. ഈ 117-ാം സങ്കീർത്തനത്തിന്റെ അനേക ഗൗരവപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഇത്. കർത്താവ് താൻ തന്നെ പാടിയൊരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ നോക്ക്, തുടക്കത്തിൽ പറയുന്നു പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യത്തിൽ നടുഭാഗത്ത് പറയുന്നു പ്രൈസ് ദി ലോർഡ്. രണ്ടാം വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നു പ്രൈസ് ദി ലോർഡ്. എന്താ മനസ്സിലാക്കാൻ കഴിയുക? ചിലര് തുടക്കമിട്ടവരുണ്ടെങ്കിലും ഇടയ്ക്ക് വന്നപ്പം സ്തോത്രം നിർത്തി ഒത്തിരി പേര് നമ്മുടെ ഇടയിലുള്ളത് പോലെ ഒത്തിരി ഇടത്തുണ്ട്. തുടക്കമിട്ടവരാ. ാം സങ്കീർത്തനം പറയുന്നു, സ്തോത്രം പറഞ്ഞു തുടങ്ങിയവർ സ്തോത്രത്തിൽ തുടരുകയും സ്തോത്രത്തിൽ അവസാനിപ്പിക്കുകയും വേണം. അപ്പൊ ഇന്ന് നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? തുടങ്ങിയപ്പോ അന്നത്തെ ആ സ്തോത്രമൊക്കെ ഇന്നുണ്ടോ? മനഃപൂർവമായി ഈ ആരാധന പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള സമയത്ത് മനഃപൂർവമായി ഒരു 3 സ്തോത്രമെങ്കിലും പറഞ്ഞ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നു, ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡം കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഉൽപ്പത്തി 1-ാം അധ്യായം നല്ലത് 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 എന്ന് പറഞ്ഞ് തുടങ്ങി. ഏറ്റവും നല്ലതെന്നും പറഞ്ഞ് 1-ാം അധ്യായം അവസാനിക്കുന്നു. സ്തെഫാനോസിന്റെ ജീവിതം ആത്മനിറവുള്ളവനാണെന്ന് പരിചയപ്പെടുത്തി മരണസമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് അവൻ നിൽക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ മരിച്ചതായി പറയുന്നു. എന്തു പറയുന്നു? 117 കൊണ്ട് ഞങ്ങളെ കൊത്തുകയാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? സ്തോത്രത്തിൽ തുടങ്ങി സ്തോത്രത്തിൽ തുടർന്ന് സ്തോത്രത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു ജീവിതത്തിന് നമുക്ക് ഇങ്ങനെ ഒരു പേര് പറയാം, എ ഫുൾ ആൻഡ് ഹാപ്പി ലൈഫ്. ഫുൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കംപ്ലീറ്റ് ആക്കി. ചില മാസങ്ങൾക്കോ അല്ല വേണ്ട 7 വർഷത്തിന് മുമ്പ് അത് പറയാം. 7 വർഷത്തിനിടയ്ക്കുള്ള കാര്യം ഞാൻ നിമിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. 7 വർഷത്തിന് മുമ്പൊക്കെ തകർത്ത് സ്തോത്രം പറഞ്ഞ ചില പുള്ളികൾ ആരാധനയ്ക്ക് വന്നാൽ കോട്ടുവായിട്ടേച്ച് പോകുന്നവരില്ലേ? അതും വാ തുറക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത മെക്കാനിസം ആയതുകൊണ്ടാ തുറക്കുന്നത്. അല്ലെങ്കിൽ അതും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ പറയുന്നതിന്റെ സാരം, സങ്കീർത്തനം ചെറുതാണെങ്കിലും ഇന്ന് നമുക്ക് ഈ സങ്കീർത്തനം നൽകുന്ന ആലോചന ശ്രേഷ്ഠമല്ലേ? സ്തോത്രത്തിൽ തുടങ്ങി സ്തോത്രത്തിൽ തുടർന്ന് സ്തോത്രത്തിൽ കൊണ്ട് അവസാനിപ്പിക്കണം. തീർന്നില്ല ഈ സങ്കീർത്തനം. ഇറ്റ് ഈസ് എ മെസ്സയാനിക് സാം, മശിഹൈക സങ്കീർത്തനമാ. സാധാരണഗതിയിൽ ആൾക്കാർ പറയും യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചോ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ചോ പറയുന്ന സങ്കീർത്തനത്തെ അല്ലേ മശിഹൈക സങ്കീർത്തനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 117-ാം സങ്കീർത്തനം എങ്ങനെ മശിഹൈക സങ്കീർത്തനമാകും? പരിഗണിക്കേണ്ട കൊള്ളാകുന്ന ഒരു നല്ല ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം റോമാലേഖനം 15-ാം അധ്യായമാണ് നമുക്ക് തരുന്നത്. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ ചില വാക്യം. അടുത്തത് ഈ റോമാലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.
റോമാലേഖന 9-ാം അധ്യായത്തിൽ വാഗ്ദത്തം, നിയമങ്ങൾ, ആരാധന, ന്യായപ്രമാണം, പിതാക്കന്മാര്, ഇതെല്ലാം യഹൂദന്റെ കുത്തകയാണെന്ന് അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തമാണെന്ന് പറയുന്ന അപ്പോസ്തലൻ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദ ജനത്തോടൊപ്പം നിന്ന് കർത്താവിനെ സ്തുതിക്കുന്ന എഫേസ്യ ലേഖനത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇങ്ങനെ പറയാം: ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായി വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്ന ഒരു കൂട്ടം ജനമിതാ ഇസ്രായേൽ സ്തുതിക്കുന്ന ദൈവത്തെ, സ്വന്തം ജനം സ്തുതിക്കുന്ന ദൈവത്തെ, തെരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ആ കാഴ്ച ആത്മകണ്ണുകളിൽ കണ്ടുകൊണ്ട്, how it can be, ഇതെങ്ങനെ സംഭവിക്കും? റോമാലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, it is because of the great work that the Lord has undertaken. നമ്മുടെ കർത്താവ് ഏറ്റെടുത്ത, നമ്മുടെ കർത്താവ് നിവർത്തിച്ച യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ഫലമായിട്ടാണ് ദൂരസ്ഥരായിരുന്ന, അന്യരായിരുന്ന, അടുക്കാൻ അവകാശമില്ലാതിരുന്ന ഈ ജനം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. അത് തെളിയിക്കാൻ 117-ാം സങ്കീർത്തനത്തിന്റെ വാക്യമാ അപ്പോസ്തലൻ കോട്ട് ചെയ്തിരിക്കുന്നത്. So this very short psalm was quoted by Apostle Paul. ഒന്നുകൂടെ റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 4 കൊട്ടേഷൻസ് ആണ് പൗലോസ് ഉദ്ധരിക്കുന്നത്. 10-ാം വാക്യം: അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി. ഇത് 18-ാം സങ്കീർത്തനം 49-ാമത്തെ വാക്യമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത്: ജാതികളെ അവന്റെ ജനത്തോട് ഒന്നിച്ചാനന്ദിപ്പിൻ. ആവർത്തന പുസ്തകം 32-ന്റെ 43-ാം വാക്യമാണത്. പിന്നെ സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ. 117-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. ഏറ്റവും ഒടുവിൽ: യിശ്ശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. യെശയ്യാവ് 11:10. ഒരു ചിന്ത സങ്കീർത്തനത്തിൽ നിന്നും ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നും പ്രവാചക പുസ്തകത്തിൽ നിന്നും അപ്പോസ്തലൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു: എനിക്കും നിങ്ങൾക്കും ഇസ്രായേൽ സേവിച്ച ദൈവത്തെ, ഇസ്രായേലിന് വെളിപ്പെടുത്തിയ ദൈവത്തെ, ഇസ്രായേലിനോട് ഉടമ്പടി ഉണ്ടാക്കിയ ദൈവത്തെ നമുക്ക് സേവിക്കാൻ ഇടയായത് കർത്താവിന്റെ കൃപ നിമിത്തമാണെന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ ഉദ്ധരിച്ചത് സങ്കീർത്തനം, ന്യായപ്രമാണം, ആവർത്തന പുസ്തകം, ആദ്യത്തെ 5 പുസ്തകമാണല്ലോ തോറ എന്ന് പറയുന്നത്. അതിൽ നിന്നും യെശയ്യാ പ്രവചനത്തിൽ നിന്നുമാണ്. ഒരു ചിന്ത: പഴയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട 3 വിഭജനമാണ് ന്യായപ്രമാണം, സങ്കീർത്തനം, പ്രവാചകന്മാർ. അങ്ങനെയാണെങ്കിൽ പൗലോസ് ന്യായപ്രമാണത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ഉദ്ധരിച്ചപ്പോൾ പഴയ നിയമത്തിന്റെ ഏതാണ്ട് സാരാംശം, അതിന്റെ ഉള്ളടക്കം ആയിക്കഴിഞ്ഞു. ഇന്ന് പകലിൽ നാം ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്ര ഈസിയാണെന്ന്. പക്ഷേ ഇത് സാധിക്കുവാൻ 2 തടസ്സം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഒന്ന്, പൗലോസ് പറയുന്നു, വേർപാടിന്റെ നടുച്ചവര് അവൻ യെരിഹോവിന്റെ മതിലിടിയാൻ ആർപ്പിട്ടാൽ മതിയായിരുന്നു, എന്നാൽ എന്നെയും നമ്മെയും
യഹൂദനെയും തമ്മിൽ വേർതിരിച്ചു നിർത്തിയ ആ വേർപാടിന്റെ നടുച്ചവര് ആർപ്പിട്ടാൽ പോകത്തില്ലായിരുന്നു. അതിനുവേണ്ടി വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടണമായിരുന്നു. യേശുവിന്റെ ശരീരത്തിന്മേൽ ഏറ്റ ഓരോ അടികളും, ആ ശരീരത്തിലേറ്റ ഓരോ മുറിവുകളും വാസ്തവത്തിൽ ഈ വേർപാടിന്റെ നടുച്ചവർ തകർക്കുകയാണ് ചെയ്തത്. രണ്ടാമതായി വിശുദ്ധ മന്ദിരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ തിരശ്ശീല രണ്ടായി വലിച്ചു കീറണമായിരുന്നു. ഇത് രണ്ടും സാധിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ മെസ്സയാനിക് സാം. രണ്ടാമത് ഇറ്റ് ഈസ് എ മിഷണറി സാം. ഇറ്റ് ഈസ് എ മിഷണറി സാം. ആരാ മിഷണറി? മുളക്കഴയിൽ പഠിക്കുന്നവർ. ആരാ മിഷണറി? കുമ്പനാട്ട് പഠിക്കുന്നവർ. ആരാ മിഷണറി? പുനലൂര് പഠിക്കുന്നവർ. എന്ന് പറഞ്ഞാൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവരാ മിഷണറി എന്ന് നമുക്കുണ്ടായിരിക്കുന്ന ധാരണ തെറ്റാണ്. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും മിഷണറിയാണെന്നുള്ള സത്യം അറിയാതെ ഇരിക്കരുത്. അരാം സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായിരിക്കുന്ന ശ്രീമാൻ നയമാനോട് ഒരു പെൺകുട്ടി മിഷണറി ദൗത്യം നിർവഹിച്ചു. എന്റെ യജമാനനെ ഈ കുഷ്ഠം, ഇത് മാറാൻ ഇസ്രായേലിലെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് പോയിരുന്നെങ്കിൽ ആ അടിമ പെൺകുട്ടിക്ക് മിഷണറിയാകാൻ കഴിഞ്ഞു. ശമരിയാക്കാരി വെള്ളം കോരാൻ ചെന്നതാ. കർത്താവിനെ കണ്ടു. ചെന്നേച്ച് പറഞ്ഞു, ഞാനൊരുവനെ കണ്ടു, ഞാൻ ചെയ്തതെല്ലാം പറഞ്ഞു, നിങ്ങളും വന്ന് കാണണം. ശമരിയയിൽ ഒരു മിഷണറി ഉണ്ടായി. ആരാന്നറിയാമോ? ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു സഭായോഗം കൂടിയിട്ട് പോലുമില്ല. അവളുടെ ആകെ കരുത്തെന്ന് പറയുന്നത് യേശുവിനെ കണ്ടെന്നുള്ളതാ. യേശുവിനെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടാൽ നിനക്കൊരു മിഷണറി ആകാതിരിപ്പാൻ കഴിയുകയില്ല. യേശു നൽകുന്ന വിടുതൽ അനുഭവിച്ച ഒരു വ്യക്തിക്ക് വേദന അനുഭവിക്കുന്ന മറ്റൊരാളിനെ കാണുമ്പോൾ ഈ യേശുവിനെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഈ ചെറിയ സങ്കീർത്തനമാണെങ്കിലും ഈ സങ്കീർത്തനം പറയുന്നു, എനിക്കും നിങ്ങൾക്കും ഒരു മിഷണറി ദൗത്യം ദൈവം നൽകിയിട്ടുണ്ട്, അത് നാം ചെയ്യണം. തീർന്നില്ല. മൂന്നാമതായിട്ട് ഇറ്റ് ഈസ് എ സാം ഓഫ് മില്ലേനിയൽ ആസ്പെക്ട്. സഹസ്രാബ്ദം അന്ന് പൂർണ്ണമായി നിവർത്തിക്കപ്പെടേണ്ട സങ്കീർത്തനമാണ് 117. സകല ജാതികളുമായുള്ളവരേ, ഇതെന്ന് സംഭവിക്കും? ഇതെന്ന് സംഭവിക്കും? സകല അന്യ ആരാധനകളും ഭൂമിയിൽ നിന്ന് എന്നേക്കും ഇല്ലാതായി ആമൻ ആരാധന മുഴുവനും ഒരുവനെ മാത്രം കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആരാധിച്ച ഞാനും നിങ്ങളും ഇന്ന് ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മാത്രം ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്തുതിക്കുന്ന ഒരു ദിവസം വരുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലക്ഷണത്തിൽ അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ലെങ്കിലും ഒരു രാജാവ് നീതിയോടെ വാഴുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ആധിപത്യം അവന്റെ തോളിന്മേലാകുന്ന ഒരു ദിവസമുണ്ട്. യെരൂശലേം ആസ്ഥാനമാക്കി യേശു കർത്താവ് ലോകത്തെ ഭരിക്കുന്ന ഒരു നല്ല നാൾ വരുന്നുണ്ട്. അന്ന് സംഭവിക്കുന്ന കാര്യമാണ് ഈ സങ്കീർത്തനം പറയുന്നത്. സകല ജാതികളുമായുള്ളവരെ യഹോവയ്ക്ക് ഘോഷിപ്പീൻ. അപ്പോൾ തന്നെ ഈ സങ്കീർത്തനത്തിന് ഒരു പാർഷ്യൽ ഫുൾഫിൽമെന്റ് ഉണ്ട്. അത് സഭയ്ക്കകത്ത. അത് ഈ സഭയ്ക്കകത്ത ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലുമുള്ള നമ്മെ ഓരോരുത്തരെയും വിലയ്ക്കു വാങ്ങി ഒരു ശരീരമാക്കി തീർത്ത് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ 117 സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗികമായ പൂർത്തീകരണമാണ് അവിടെ കാണുന്നത്.
ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ വാക്ക് നിർത്തുക. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9 മുതൽ ചില വാക്യം. ഇതിന്റെ ശേഷം സകല ജാതികളും ഗോത്രങ്ങളിലും ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത് സകല ദൂതന്മാരും അനധിവിദൂര ഭാവിയിൽ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം, ഭാഷകളിലും വംശങ്ങളിലും ജാതികളിലുമുള്ള വലിയൊരു പുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച് രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുൻപിൽ കവിണ്ണ് വീണാരാധിക്കുന്ന ഒരു ദിവസം വരുന്നു. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, ആമേൻ, കർത്താവായ യേശുവേ നീ വേഗം വരണമേ എന്ന് നമുക്ക് ഇന്ന് പകൽക്കാലം പറയാം. അന്ന് ആരാധന അതിന്റെ തികഞ്ഞ പെർഫെക്ഷനിൽ സംഭവിക്കും. ഒരു മിഷണറിയായി പൂർണ്ണസമയം മാറിയില്ലെങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ ഈ കർത്താവിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ മടിക്കരുത്. കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, കർത്താവേ, ഈ വ്യക്തിയാണ് എന്നോട് എന്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞതെന്ന് നമ്മെ ചൂണ്ടിയൊന്ന് പറഞ്ഞാൽ, പലർക്കും അറിയത്തില്ല. ചിലരുടെയൊക്കെ മാനസാന്തരത്തിന് വർഷങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരെ ആരും അറിയുന്നില്ല. അന്ന് അവിടെ അതാരാണെന്ന് വെളിപ്പെടും. ദൈവമക്കളെ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ, കർത്താവിന്റെ വേല ചെയ്യും ദൈവത്തിന്റെ ദാസന്മാരെ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ ഇരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.